ദൈവത്തിന് എപ്പോഴും ഈ ഭൂമിയിൽ തൻ്റേതായ ഒരു ശേഷിപ്പുണ്ട്. തങ്ങൾ മാത്രം ആശ്രയം വയ്ക്കുന്ന, തൻ്റെ ഹിതം നിറവേറ്റാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം. അവർക്കായുള്ള ദൈവത്തിൻ്റെ കരുതൽ വളരെ ആശ്ചര്യകരമത്രേ. ഭൂരിപക്ഷം പേരും ദൈവത്തെ മാനിക്കാതെ അവനോട് മത്സരികളായിരിക്കുമ്പോഴും തൻ്റെ ഹിതം ദൈവം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ശേഷിപ്പിലൂടെ ആയിരിക്കും. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും, വളരെ ലഭിച്ചവനോടോ വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാകുന്നു. ദൈവത്തിൻ്റെ ജനം തങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം ദൈവത്തോട് മത്സരിച്ചതിനാൽ ദൈവം ആ ജനത്തെ കരുണ കാണിക്കാതെ കഠിന ശിക്ഷകൾ നൽകി ന്യായം വിധിക്കുകയാണ്. എഹെസ്കേൽ പ്രവചന പുസ്തകം 5, 6 അധ്യായങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. എഹെസ്കേൽ പ്രവചനം 5 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പ്രവാചകൻ തൻ്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുന്നതിൻ്റെ അടയാളം നാം കാണും. 5 അധ്യായം ആരംഭിക്കുന്നത് എഹെസ്കേൽ ഈ അടയാളം ജനത്തിനു മുൻപിൽ കാണിക്കുന്നതോടെയാണ്. 5 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാൾ എടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസ് എടുത്ത് രോമം തൂക്കി വിഭാഗിക്ക. നിരോധകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിൻ്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിൻ്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ച് കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാൾ ഊരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കെട്ടണം. ഇത് പിന്നെയും വിചിത്രമായിരിക്കുന്നില്ലേ? അവന് നിർദ്ദേശിച്ചിരുന്ന ആഹാരത്തെക്കുറിച്ച് മുമ്പ് നാം കണ്ടു. ഇപ്പോൾ അവൻ സ്വയം ക്ഷൗരം ചെയ്യണം. അക്കാലത്ത് നാം ഈ പറയുന്നത് പോലെ ഇലക്ട്രിക് ഷേവർ ഒന്നുമില്ലെന്ന് ഓർക്കുക. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? അന്ന് തന്നെത്താൻ ക്ഷൗരം ചെയ്യുന്നത് തന്നെ വളരെ വിചിത്രമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പുരോഹിതൻ സ്വയം അത് ചെയ്യുന്നു എന്ന് കണ്ടാൽ ജനങ്ങൾ അതിനെ വീക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെ ഒന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്കിക്കേ. ഞാൻ വിചാരിക്കുന്നു എഹെസ്കേലിൻ്റെ ഈ പരസ്യ പ്രവർത്തനം കാണാൻ അവൻ്റെ ചുറ്റും കൗതുകത്തോടെ അനേകർ തടിച്ചുകൂടിയിരിക്കാം. ക്ഷൗരം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവൻ ആ രോമം വളരെ ശ്രദ്ധയോടെ 3 ഭാഗങ്ങളായി വിഭാഗിച്ചു. ഒരു ഭാഗം അവൻ പട്ടണത്തിനുള്ളിൽ വെച്ച് തീയിലിട്ട് ചുട്ടു. ഇത് സൂചിപ്പിക്കുന്നത് പട്ടണത്തിൻ്റെ നാശം സംഭവിക്കുമ്പോൾ അതിനുള്ളിൽ ഉപരോധിക്കപ്പെടുന്ന ജനം തീക്കിരയാകുന്നതിനെയാണ്. ഇത് തികച്ചും ഇങ്ങനെ തന്നെ അവർക്ക് സംഭവിക്കുകയും ചെയ്തു എന്ന് മുമ്പോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നു. 2/3 ഭാഗം ആ മുടിയെടുത്ത് അതിൻ്റെ ചുറ്റും അവൻ വാൾ കൊണ്ട് അടിച്ചു. പ്രവാസത്തിൽ കഴിയുന്ന സമയത്ത് ഈ ജനം നേരിടേണ്ടി വരുന്ന കഷ്ടതകളെയാണ് അത് ചിത്രീകരിക്കുന്നത്. അവർ വാളിനാൽ വീഴുക തന്നെ ചെയ്യും. ഇനി 3 ഭാഗം മുടി അവൻ കാറ്റത്ത് വിതറി. ഇരമ്യാവിനോടൊപ്പം മിസ്രൈമിലേക്ക് പോയ കൂട്ടവും ഇതിൽ ഉൾപ്പെടുന്നു. ദൈവജനത്തിൻ്റെ ഒരു ചെറിയ ശേഷിപ്പ് പട്ടണത്തിലേക്ക് തിരികെ വരുന്നതിനെയാണ് എഹെസ്കേൽ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കെട്ടിയ ചെറിയ ഭാഗം മുടി സൂചിപ്പിക്കുന്നത്. 5 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നാം കാണുന്നത്, നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും, ക്ഷാമം കൊണ്ടും അവർ നിൻ്റെ നടുവിൽ മുടിഞ്ഞു പോകും. 1/3 നിൻ്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. 1/3 ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ച് കളയുകയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും. എഹെസ്കേൽ നൽകിയ സന്ദേശം ഇതായിരുന്നു. അതിൻ്റെ അർത്ഥവും അവൻ വ്യക്തമാക്കി. 17 വാക്യം നോക്കിക്കാട്ടെ. നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. എന്നാൽ ജനത്തിനുള്ള എഹെസ്കേലിൻ്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കപ്പെടാതെ പോയി.
അതുമൂലം അവർക്ക് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. യെരുശലേമിൻ്റെ നാശവും ആ ജനത്തിൻ്റെ കഷ്ടതകളും നമുക്ക് ഒരു മുന്നറിയിപ്പായിരിക്കേണ്ടതത്രേ. അതെ, ദൈവിക ന്യായവിധിയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്. 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ച ചില കാര്യങ്ങൾ നോക്കാം. യെഹെസ്കേൽ പ്രവചനം വളരെ ക്രമീകൃതമായ ഒരു പുസ്തകമാകുന്നു എന്ന് നേരത്തെ മുഖവരയിൽ ഞാൻ പറഞ്ഞല്ലോ. ഇതുവരെയും നാം കണ്ടുകൊണ്ടിരുന്നത് അധികവും യെരുശലേമിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പ്രവാചകൻ തൻ്റെ ശ്രദ്ധ മുഴുവനും ഇസ്രായേലിലേക്ക് തിരിക്കുകയാണ്. ന്യായവിധി ഇസ്രായേൽ ജാതി മുഴുവൻ്റെ മേലും വരാൻ പോവുകയാണ്. നെബൂഖദ്നേസർ 2-ാം പ്രാവശ്യവും യെരുശലേമിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുപോയ കൂട്ടത്തിലായിരുന്നു യെഹെസ്കേൽ ബാബേലിലെത്തിയത്. അവനോടൊപ്പം പോന്ന ഈ പ്രവാസികൾ കേബാർ നദീതീരത്തുള്ള കൃഷിയിടങ്ങളിൽ വേല ചെയ്യുന്ന ബാബേൽ ഗവൺമെൻറ്റിൻ്റെ അടിമകളായിരുന്നു. യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള ഒരു വലിയ കനാലായിരുന്നു കേബാർ. എങ്കിലും അധിക പങ്കും ഇസ്രായേല്യർ ഇപ്പോഴും സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു. ഇത് യെഹെസ്കേൽ പറയുമ്പോഴും യെരുശലേം നഗരം ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. കള്ളപ്രവാചകന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ജനം ഉടൻ തന്നെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമെന്നും പട്ടണം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നില്ല എന്നുമായിരുന്നു. ഇതിനിടെ യിരെമ്യാവ് ഈ പ്രവാസികൾ 70 വർഷം ബാബേലിൽ കഴിയേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവർ യിരെമ്യാവിൻ്റെ ദൂതിനെ സ്വീകരിച്ചില്ല. അവർ കള്ളപ്രവാചകന്മാരുടെ വാക്കുകളാണ് ശ്രദ്ധിച്ചത്. കാരണം അവരുടെ ദൂതുകൾ വളരെ നല്ലതായും ശുഭാപ്തി വിശ്വാസം പകരുന്നതായും അവർക്ക് തോന്നി. എന്നാൽ അതൊരു വഞ്ചനയായിരുന്നു. ഇക്കാലത്ത് ഇതേ മനോഭാവം ജനത്തിൻ്റെ ഇടയിൽ നാം കാണുന്നില്ലേ? പ്രവാചക പുസ്തകങ്ങളിലെ ഈ ന്യായവിധികളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ തുടർച്ചയായി പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നുന്നു സുഹൃത്തെ? തുടക്കം മുതലേ ശിക്ഷിക്കും, തീവെക്കും, അടിമയാക്കും, ഇങ്ങനെയുള്ള കഠിന വാക്കുകൾ തന്നെ ഇതിൽ നിന്നും എനിക്കൊരാശ്വാസവും കിട്ടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ വാസ്തവത്തിൽ ആശങ്കപ്പെടുകയാണ്. ചില നാളുകളായി സഭായോഗത്തിൽ തുടർച്ചയായി ദൈവം ശിക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സഭാ ശുശ്രൂഷകൻ. ചില ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ഒരു പ്രമുഖ വ്യക്തി ഈ ശുശ്രൂഷകൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ സഭയിൽ വരുന്നത് ആശ്വാസത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തുടർച്ചയായി എന്നെ പേടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, താങ്കൾക്ക് എന്തു തോന്നുന്നു? വാസ്തവത്തിൽ ആ വ്യക്തി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ആ ശുശ്രൂഷകൻ വാസ്തവത്തിൽ അവരോട് പറഞ്ഞ കാര്യം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പിന്നീട് ഈ ശുശ്രൂഷകന് മനസ്സിലായ ആ വ്യക്തിയുടെ വ്യാപാര ഇടപാടുകൾ അത്ര ശരിയായതല്ല എന്ന്. അപ്പം എന്ത് തെറ്റ് ചെയ്തിട്ട് വന്നാലും ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം. വാസ്തവത്തെ വാസ്തവമായി കാണിക്കുന്നതാണ് ദൈവവചനം. ദൈവവചനത്തിൻ്റെ ദൂതിൽ ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഇതുമൂലം ലഭിക്കുന്ന ആശ്വാസവും സന്തോഷവുമാണ് യഥാർത്ഥമായത്. അതത്രേ നിലനിൽക്കുന്നത്, അതത്രേ ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. യെഹെസ്കേൽ പ്രവചനം 6-7 അധ്യായങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചുള്ള 2 ദൂതുകളുണ്ട്. ഇതിലൂടെ ഇസ്രായേൽ ജാതി മുഴുവനോടും അവൻ സംസാരിക്കുകയാണ്. വിഗ്രഹാരാധികൾ മരിക്കുമെന്നും ദേശം ദുരിതപൂർണമാകുമെന്നും അത്രേ അവൻ്റെ ദൂത്. യെരുശലേമിൻ്റെ മേൽ വരുവാൻ പോകുന്നതായ ആ വാൾ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടത്. ഈ 2 സന്ദേശങ്ങളിൽ ആദ്യത്തേത് ഈ വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് 7-ാം അധ്യായത്തിലെ 2-ാമത്തെ സന്ദേശവും നാം കാണുവാൻ പോകുന്നത്. യെഹെസ്കേൽ പറഞ്ഞത് ജനം ശ്രദ്ധിച്ചില്ല. എങ്കിലും അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ചിന്തകളല്ല, ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നോ എന്ത് സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത്. ഈ 2 ദൂതുകളും 6-ാം അധ്യായത്തിലെയും 7-ാം അധ്യായത്തിലെയും ദൂതുകളും അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന പ്രസ്താവനയോടെയാണ്. അത് ചിന്തിപ്പിക്കുന്നതാണ് അല്ലേ? താൻ ദൈവമെന്ന് അവർ അറിയേണ്ടതിനത്രേ അവൻ ഈ ന്യായവിധി അവരുടെ മേൽ അയക്കുന്നത്. ന്യായവിധിയുടെ ഒരു ലക്ഷ്യം ദൈവം വിശുദ്ധനാണ് എന്ന് മനുഷ്യർ അറിയണം എന്നതത്രേ. ദൈവം നമ്മെ ദൈവഹിതത്തിൽ നടത്തുവാൻ അയക്കുന്നതായ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാകുന്നു ഈ പ്രവർത്തനങ്ങളെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ
നാം അതിനെ വലിയ ശിക്ഷയായോ ന്യായവിധിയായോ കാണാതെ ദൈവവഴികളിൽ നടക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കും. ദൈവം വിശുദ്ധനാകുന്നു എന്ന് ഈ ലോകം അറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവ സ്നേഹമാകുന്നു എന്നതിനെക്കുറിച്ച് വലിയ ഊന്നൽ നൽകപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. അതെ, ദൈവം സ്നേഹമാകുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അത് കഥയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ സുഹൃത്തേ. നാണയത്തിന് വേറെ വശമുണ്ട്, ഒരു മറുവശം കൂടിയുണ്ട്. അത് കാണേണ്ടിയിരിക്കുന്നു. ദൈവം വിശുദ്ധനാകുന്നു. അവൻ പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. ഓർത്തോണം, ദൈവം സ്നേഹമാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും സമാധാനവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാകുന്നു ദൈവം വിശുദ്ധനാകുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ദൈവം വിശുദ്ധനല്ല എങ്കിൽ ഞാൻ പറയട്ടെ, ഈ സ്നേഹം കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് തോന്നില്ല. കാരണം ഏത് ദുഷ്ടതയും അങ്ങനെ അങ്ങ് വിടുന്നതായിരിക്കുമല്ലോ ഈ പറയുന്ന സ്നേഹം. താങ്കൾക്ക് സ്നേഹം ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ താങ്കളെ ഉപദ്രവിക്കുന്ന ആളുകളോട് ന്യായമായി പ്രവർത്തിക്കേണ്ടതും ആവശ്യമായി തോന്നുമില്ലേ? ഇതിൻ്റെ രണ്ട് വശം നോക്കിക്കാട്ടെ. ദൈവത്തോട് താങ്കൾ അനുസരണക്കേട് കാണിച്ചാൽ, താങ്കൾ അവനെ തിരസ്കരിച്ചാൽ, അവൻ്റെ രക്ഷയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം മാത്രമേ ശേഷിക്കുന്നുള്ളൂ: ന്യായവിധി. മനുഷ്യർ ഇന്ന് ഒഴികഴിവുകൾ പറയാൻ ബന്ധപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഓരോ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളാണ് മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ പാപികളാകുന്നു എന്ന് സമ്മതിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ എഴുതിത്തള്ളുവാനും അവൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിച്ച് അവൻ്റെ പ്രപഞ്ചത്തിൽ നിന്നും അവനെ പുറത്താക്കാൻ അത്രേ മനുഷ്യൻ്റെ ശ്രമം. എത്ര വലിയ മൂഢത്തരമല്ലേ! ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. അതുകൊണ്ട് താൻ വിശുദ്ധനെന്ന് അവർ അറിയേണ്ടതിനായി ദൈവം അവരെ ന്യായം വിധിക്കുവാൻ പോകുന്നു. ഇതത്രേ യെഹെസ്കേൽ പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധി തികച്ചും ന്യായമായതത്രേ. അപ്പോസ്തലനായ പൗലോസ് എഴുതി, ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന്. യെഹെസ്കേൽ തൻ്റെ ജീവിതത്തെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഇനിയും 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ, ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പീൻ, മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും, ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും. നോക്കുക, ദേശം മുഴുവനായി ന്യായവിധിക്കിരയായി തീർന്നു കഴിഞ്ഞു. പർവ്വതങ്ങളെന്ന് ആലങ്കാരികമായി തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ അത് ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഭരണം. എന്നാൽ അതിന് അക്ഷരാർത്ഥത്തിലാണോ അല്ലയോ എന്ന് നാം വ്യക്തമായി അറിയേണ്ടതുണ്ട്. യെഹെസ്കേൽ ഇവിടെ ആ ദേശത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഇതത്രേ: ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും എന്ന്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും, നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും, നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും, ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇടും, ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും. ദൈവത്തിന് എപ്പോഴും ഈ ഭൂമിയിലൊരു ശേഷിപ്പുണ്ട്. തങ്ങൾ മാത്രം ആശ്രയം വെക്കുന്ന, തൻ്റെ ഹിതം നിറവേറ്റാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം. അവർക്കായുള്ള ദൈവത്തിൻ്റെ കരുതൽ വളരെ ആശ്ചര്യകരമാണ്. ദൈവത്തെ ത്യജിച്ച് കളയുന്ന ഇസ്രായേലിലും ദൈവം ഇങ്ങനെ ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്നതായി യെഹെസ്കേൽ പ്രവചനത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം പഠിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ശേഷിപ്പിൻ്റെ രക്ഷയെക്കുറിച്ചാണ് നാം കാണുന്നത്. എല്ലാ കാലത്തും ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട്. 8-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വച്ചേക്കും. നോക്കുക, മത്സരികളായ തൻ്റെ ജനത്തിനിടയിൽ ദൈവത്തോട് വിശ്വസ്തരായ ശേഷിപ്പുണ്ടായിരുന്നു. ആ ജാതി മുഴുവനും ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്നു. എന്നാൽ ഇതാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ശേഷിപ്പ്, ഒരു ചെറിയ കൂട്ടം. ഇന്ന് സഭയെ സംബന്ധിച്ചും ഇതൊരു യാഥാർത്ഥ്യമാകും. സംഘടിത സഭയിലെ വലിയ ഒരു കൂട്ടം അനുരഞ്ജനത്തിന് അധീനപ്പെട്ടു പോയിരിക്കുന്നു.
എന്നാൽ അനേകം ദൈവമക്കൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ ശേഷിപ്പിനെ സംബന്ധിച്ച് ദൈവം വളരെ ശ്രദ്ധയുള്ളവനാകുന്നു സുഹൃത്തേ. അവരിലൂടെയാണ് ഇന്ന് ദൈവം ഭൂമിയിലെ തൻ്റെ പരിപാടി നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. എസ്കേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നോക്കുക, ദൈവം പറയുന്നു, നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും എന്ന്. എന്താണ് ഇതിനർത്ഥം? ഒരു ശേഷിപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു? അതെ, ജാതികളുടെ ഇടയിൽ അവർ ദൈവത്തിന് സാക്ഷികളാകുവാൻ പോകുന്നു. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും തകർത്ത് കളഞ്ഞ ശേഷം എന്ന് നാം വായിച്ചു. അവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു, എന്നാൽ ആത്മീയമായി പരസംഗം ചെയ്തു. അവർ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് 2 സ്വഭാവത്തിലുള്ള സഭാവിഭാഗങ്ങൾ ഭൂമിയിലുണ്ട്. ക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന യഥാർത്ഥ സഭയും മറ്റ് പലതിനോടും അനുരഞ്ജനപ്പെട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കാതിരിക്കുന്ന നാമധേയ സഭയും. വാസ്തവത്തിൽ പറഞ്ഞാൽ സഭ ഒന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് 2 വിധത്തിലുള്ള സമൂഹങ്ങൾ, അങ്ങനെയായിരിക്കും അത് പറയുന്നത് നല്ലത്, സംഘടനകൾ. രണ്ടും ക്രിസ്ത്യാനി അല്ലെങ്കിൽ സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹാവേശ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടിത സഭ, യഥാർത്ഥ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷവും ഈ ഭൂമിയിൽ ശേഷിക്കും. ഇങ്ങനെ ഒരുപാട് പരിപാടികളുമായി അവർ മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അന്ന് നമ്മളിവിടെ കാണത്തില്ലല്ലോ. ഇത് തിരുവചനത്തിലെ ഏറ്റവും ഭയാനകമായൊരു അധ്യായം അത്രേ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. ഇതൊരു ഭീതിപ്പെടുത്തുന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത്. നാം വായിക്കുന്ന അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും എന്ന് നാം വായിച്ചു. ഇത് ന്യായവിധിയുടെ ഫലങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഈ പറഞ്ഞതായ ഫലം നാം അത്ര കാണുന്നില്ല. അതിൻ്റെ അർത്ഥം വലിയ ശിക്ഷാവിധി വരുന്നുണ്ട് എന്നാണ്. അതെ, മഹാപീഡനകാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധി മൂലം ജനങ്ങൾ വാസ്തവത്തിൽ നശിക്കുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ആ കാലത്ത് മാനസാന്തരത്തിൻ്റെ ഒരു വലിയ കാറ്റടിക്കുമെന്നാണോ? ഉണർവിൻ്റെ ഒരു വലിയ കാറ്റ്? ഇല്ല. ഈ നാമധേയ കൂട്ടത്തിനിടയിൽ അതുണ്ടാകാൻ പോകുന്നില്ല. യെഹെസ്കേലിൻ്റെ കാലത്ത് പരസംഗം ചെയ്തിരുന്നവർ സ്വയം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. കാരണം അവർ അപ്പോഴും ദൈവത്തോട് അടുത്തായിരുന്നു. ദൈവജനത്തെ സംബന്ധിച്ച് എപ്പോഴും ഈ കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴെല്ലാം നിങ്ങൾ സാത്താനെ സേവിക്കുമോ, അപ്പോൾ നിങ്ങളെ തന്നെ ത്യജിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവജനത്തിൽ ഒരുവനായിരിക്കുവാൻ കഴിയില്ല. യെഹെസ്കേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇത് 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ന്യായവിധിയുടെ മറ്റൊരു ഫലമാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പിന്നെയും ഞാൻ പറയട്ടെ, നമ്മുടെ ഈ തലമുറയിൽ ഈ ഫലം അത്ര കാണപ്പെടുന്നില്ല. ദൈവകരത്തെ തിരിച്ചറിയുന്നതിന് പകരം അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുപോലും ജനം പറയുന്നു. ദൈവം ഉണ്ട് എങ്കിൽ അവൻ എപ്പോഴും തങ്ങളെ സഹായിക്കേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അതെ സുഹൃത്തെ, ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു എന്ന ആശയം എങ്ങനെ, എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കേണ്ടത്? ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർ അതിനെ എതിർക്കുന്നു. നിങ്ങളുടെ താല്പര്യത്തിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ള ഒരു ദൈവത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്കതിനെ ഉണ്ടാക്കാം. അല്ലാതെ യഥാർത്ഥ ദൈവം അതാകുന്നു എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ പറയുന്ന സ്വയമുണ്ടാക്കിയ നിങ്ങളുടെ ദൈവം ഇരിക്കുമ്പോൾ വിശുദ്ധനായ ദൈവം പുറത്തുണ്ട്. അവൻ ദൂരെ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, എന്നാൽ അവൻ അങ്ങനെ പോകുകയില്ല. അവൻ തൻ്റെ ന്യായവിധി തുടരും. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിന്മേലും സകല പർവ്വത ശിഖരങ്ങളിലും
എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ നിഹിതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഹിറ്റ്ലറുടെ പീഡനത്തിനിടയിൽ പല പ്രഗത്ഭരായ യഹൂദർ ദൈവത്തിങ്കിലേക്ക് നയിക്കപ്പെട്ടു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിലുള്ള നല്ലൊരു കൂട്ടം വിശ്വാസികൾ അതിൻ്റെ ഫലമാണ്. നാം അവരെ മറന്നിരിക്കാം, വളരെ കുറച്ച് മാത്രമല്ലേ നാം അവരെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. ദൈവകരത്തെ നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് സുഹൃത്തെ. അവൻ വിശുദ്ധനായ ദൈവമാണ്. പാപത്തിൻ്റെ ശിക്ഷയെ പോക്കാൻ തൻ്റെ പുത്രനെ പാപമാക്കി തീർത്തവൻ. അവനെ മരണത്തിന് ഏൽപ്പിക്കാൻ അവൻ തയ്യാറായെങ്കിൽ ന്യായവിധിയിൽ നിന്നും സ്വയം രക്ഷപ്പെടുവാൻ തനിക്ക് കഴിയുമെന്ന് ഒരു പാപിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഉയരമുള്ള എല്ലാ കുന്നിന്മേലും അവർ വിഗ്രഹത്തിന് ബലിപീഠങ്ങൾ പണിതിരുന്നു. ദേശത്ത് അവരെ ശിക്ഷിക്കുന്നതിനുള്ള കാരണം ഇതെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ന്യായവിധി ഇന്നും ആ ദേശത്തിന്മേലുണ്ട്. അനേകരും ആ ദേശത്തെക്കുറിച്ച് പറയുന്നത് അത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ്. താങ്കൾ വിഡ്ഢിയാകരുതേ. ഇന്ന് ആ ദേശം പാലും തേനും ഒഴുകുന്ന ഒരു ദേശമല്ല സുഹൃത്തെ. ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് ന്യായവിധി എപ്പോഴും ആ ദേശത്തിനുണ്ട്. അവിടെ സമാധാനമില്ല, ഒട്ടും സമാധാനമില്ല. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. റിബ്ല മരുഭൂമിയെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ യെരുശലേമും യെരിഹോവും തമ്മിൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഒട്ടും ആഗ്രഹിക്കത്തക്കതല്ല. അവിടെ അല്പം സ്ഥലം വാങ്ങുവാൻ എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല. കാരണം വെറുതെ കിട്ടിയാൽ പോലും അത് സമാധാനമുണ്ടാക്കുന്നതായ ഒരു സ്ഥാനമായിരിക്കില്ല. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി പേറുന്ന ഒരു സ്ഥാനം. ഇതൊക്കെ മുന്നറിയിപ്പായിട്ടാണ് നമുക്ക് മുൻപിൽ വരുന്നത്. നാം അതിനെ എങ്ങനെ ഗൗരവമായിട്ടെടുക്കും എന്നുള്ളതാണ് നമ്മോടുള്ള ചോദ്യം. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ സമർപ്പിച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കഠിനമായ ന്യായവിധിയുടെ ദൂതിൻ്റെ മധ്യത്തിലും വാളിന് തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പിനെക്കുറിച്ച് ദൈവാത്മാവ് സൂചന നൽകുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹമാകുന്നുവെന്ന് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ നാം കാണുന്നു. യഹോവയുടെ അരുളപ്പാട് ശ്രദ്ധിക്കുക. വാളിന് തെറ്റിശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രയേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്നും എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.